ജനങ്ങളെ നയിക്കാൻ വിദ്യാസമ്പന്നരായ നേതാക്കൾ വേണമെന്ന് പൊതുവെ പറയുമ്പോഴും ഉന്നത വിദ്യാഭ്യാസമുള്ള പല നേതാക്കളും തീരെ നിലവാരമില്ലാതെ പ്രവർത്തിക്കുന്നതും നാം കാണാറുണ്ട്. എന്നിരുന്നാലും ഒരു നാടിനെ നയിക്കാൻ വിദ്യാസമ്പന്നരായ നേതാക്കളുണ്ട് എന്ന കാര്യത്തിൽ രാജസ്ഥാനിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാം. 23 മന്ത്രിമാരിൽ 18 പേരും പുതുമുഖങ്ങളാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള മന്ത്രിമാരെയാണ് രാജസ്ഥാനിൽ മന്ത്രിസഭയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 23 പേരിൽ 3 PhD-കാർ, 6 LLB-കാർ, 2 MBA-കാർ, ഒരു എഞ്ചിനീയറുകാരൻ തുടങ്ങിയവരാണ് രാജസ്ഥാനിലെ മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് മന്ത്രിസഭ വിപുലീകരണം നടത്തിയത്. 30 പേരെ ഉൾപ്പെടുത്താവുന്ന മന്ത്രിസഭയിൽ 23 പേരെയാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തത്. മന്ത്രിമാരെ കടത്തിവിടുന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനുള്ളത്. LLB, എക്കണോമിക്സിൽ ബിരുദാനന്ത ബിരുദം, സയൻസിൽ ബിരുദം എന്നിവയാണ് ഗെഹ്ലോട്ടിന്റെ വിദ്യാഭ്യാസ യോഗ്യത. US-ലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള MBA, ദില്ലി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം എന്നിവയാണ് ഉപമുഖ്യമന്ത്രിയായ സച്ചിൻ പൈലറ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യത. സീനിയർ സെക്കൻഡറി വിഭാഗം പൂർത്തിയാക്കിയ 5 പേരും ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 2 പേരും 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളും മന്ത്രിസഭയുടെ ഭാഗമായിട്ടുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകിയപ്പോൾ ഉന്നതരായ പല നേതാക്കളും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. ഇതിൽ പല നേതാക്കളും ദേശീയ നേതൃത്വത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.